എനിക്ക് ഈ വീഡിയോ ചെയ്യണേൽ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലപോലെ സങ്കടമുണ്ട്, ഫ്രസ്ട്രേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്താണെന്നറിയോ, വീണ്ടും വീണ്ടും നമ്മുടെ പേര് ഒരു ആവശ്യമില്ലാത്ത സ്ഥലത്ത് കേൾക്കുമ്പോൾ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഈ ഒരു കോണ്ടന്റ് ചെയ്യാനും ഈ ഒരു വിഷയം സംസാരിക്കാനും. ഇത് ഞാൻ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ലാം മാർലി എന്നിങ്ങനെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നെ തന്നെയല്ലേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതുമാത്രമല്ല, പിന്നെ ഇങ്ങനൊരു വോയിസ് പുറത്ത് വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് പോലല്ല, ഇൻസ്റ്റഗ്രാം എങ്ങനെയാണെന്നറിയോ, ഈ ഒരു ചെറിയ ചെറിയ എന്നെ പറ്റി പറയുന്ന ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും പല ആർമി പേജസ് ഗ്രൂപ്പിലൊക്കെ. അപ്പോൾ ഇതിങ്ങനെ ഇടുമ്പോൾ വീഡിയോ ഫുള്ളും കാണൂല, കുറവും കാണില്ല. എന്നെ ഇഷ്ടമില്ലാത്തവരായിരിക്കും, വേറെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും. ഇവർ പൂര തെറിവിളിയായിരിക്കും എനിക്കും എൻ്റെ ഫാമിലിക്കെതിരെ. ഇത് എനിക്ക് ഓക്കെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള നിലക്ക് എനിക്ക് സഹിക്കാൻ പറ്റും. പക്ഷേ എനിക്കൊരു ഫാമിലി ഇല്ലേ, എനിക്കൊരു കുടുംബമല്ലേ, അവർക്ക് അത് സഹിക്കാൻ പറ്റുമോ? എനിക്ക് 26 വയസ്സെന്ന് പറഞ്ഞിട്ട് 26 വയസ്സുകാർക്ക് എന്തും കേൾക്കാം, ഏത് സൈബർ അറ്റാക്കും നേരിടാം എന്ന് പറയണ അങ്ങനത്തെ ഒരു ഇതല്ലേ ഇതൊരു? അത് നല്ല നിലപാടാണോ? എനിക്കും ഉണ്ടൊരു കുടുംബം, എനിക്കുണ്ട്. എൻ്റെ ഉമ്മാക്ക് ഇപ്പോഴും ഞാൻ ഒരു ജനിച്ച് വീണ കുഞ്ഞിനെ പോലെ തന്നെയാണ്. അതായത് എനിക്ക് എത്ര വയസ്സായാലും. അപ്പോൾ ഈ ഒരു 21, 22, 23 അതേപോലെ തന്നെയാണ് ഒരു 26 വയസ്സുകാരി എന്ന് പറയണതും. അതും ഒരു ആവശ്യമില്ലാത്ത സ്ഥലത്ത് എൻ്റെ പേര് കൊണ്ടുവരുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഇത് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വോയിസ് മാത്രമേ ഞാൻ കേൾപ്പിച്ചുള്ളൂ. അത് ഇതേപോലെ ഒരു 4-5 വോയിസും കുറേ വേറെ മെസ്സേജുകളൊക്കെ ഒരു ആർമി പേജിൽ വന്നതാണ്. ആരുടെ ആർമി പേജിൽ നിന്ന് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് ആ പേര് പോലും ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് ആ ഒരാൾക്ക് നെഗറ്റീവ് ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ ആ ഒരാളുടെ പേര് പറഞ്ഞിട്ട് എനിക്ക് വ്യൂ കൂട്ടാനോ എനിക്ക് താല്പര്യമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 10-15 വീഡിയോ 100 വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഞാൻ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റിനുള്ള പൈസയും കിട്ടി സുഖമായിരിക്കാൻ. എനിക്ക് അതിന് യാതൊരു താല്പര്യമില്ല. ഇതെൻ്റെ പേരെടുത്ത് കൊണ്ടുവന്ന് മാത്രം പറയണം. അപ്പോൾ ഈ ഒരു ആർമി പേജിൽ എൻ്റെ പേര് ചുമ്മാതെ എടുത്തു കൊടുന്നേക്കാണ്. അതും വലിയൊരു അലഗേഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞത്. ഞാനാണ് എല്ലാത്തിനും കാരണക്കാരി. ഇപ്പം ബിഗ് ബോസ് കഴിയാറാവുമ്പോഴേക്കും സാധനം മൊത്തം എന്താ പറയുക, വെടി പൊട്ടിച്ചവർക്കല്ല, വെടി എന്താ ശബ്ദം കേട്ടവർക്കാണ് പ്രശ്നം എന്നുള്ള പോലെ ഒന്നും അറിയാതെ ഞാനിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുക. ഞാനും എൻ്റെ ഭർത്താവും UK-ലും, ഞാൻ നാട്ടിൽ പോലും അല്ല, ഞാൻ UK-ൽ ആർക്കും ശല്യമില്ലാണ്ട് ജീവിച്ച് എൻ്റെ കണ്ടൻറ്റുമായിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുക്കുന്ന പറയുന്നത് അത് ഭയങ്കര മോശമുള്ള കാര്യമല്ലേ. ഇതിൽ വേറൊക്കെ പറയുന്നുണ്ട്, അസ്ലാം മാർലിക്ക് അസൂയാണ്, കുശുമ്പാണ്, പിന്നെ വേറൊരാൾക്ക് സൗന്ദര്യം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഓരോന്നും പറയുന്നുണ്ട്. അതൊന്നും എനിക്കൊരു വിഷയമല്ല. എന്നെപ്പറ്റി നിങ്ങൾക്ക് എന്നെ പറ്റിയുള്ള ജഡ്ജ്മെൻറ്റ്സ് ആണ്. അതൊന്നും എനിക്ക് തിരുത്താൻ യാതൊരു താല്പര്യവുമില്ല. ഓരോ ആൾക്കാർക്കും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഞാനാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിൽ, ഞാനാണ് വീഡിയോസ് ചെയ്യിപ്പിക്കുന്നത് പറയുന്നത് അത് തെറ്റാണ്. അതെൻ്റെ തലയിലേക്ക് വരുന്ന ഒരു വലിയ പ്രശ്നമല്ലേ. ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആരും എൻ്റെ ചെലവിന് ജീവിക്കുന്നവരല്ല. അല്ലെങ്കിൽ അസ്ലാം മാർലി പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാനുള്ള ലോക്കൽ ഗുണ്ടകളല്ല അവരെന്ന് പറയുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ട്, അവരുടേതായിട്ടുള്ള വ്യക്തിത്വമുള്ള ആൾക്കാരാണ് അവർ ചെയ്യുന്നത്. അവർക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് അവർ റിയാക്ട് ചെയ്യും. അത് ഞാൻ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കാൻ മാത്രം എല്ലാ യൂട്യൂബേഴ്സും, ഞാൻ പറയുന്നത് എല്ലാ യൂട്യൂബേഴ്സും അവരുടെ വ്യക്തിത്വം അനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർ വിളിച്ചു പറയും. അതെന്ത് കാര്യത്തിലാണെങ്കിലും അതിൽ ഞാൻ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കാൻ അവരാരുമില്ല എൻ്റെ. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഈ എല്ലാ യൂട്യൂബേഴ്സും എനിക്ക് ഇപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവരും എനിക്ക് പേഴ്സണലി പരിചയമുള്ളവരാണ്. എല്ലാവരുമായിട്ട് ഞാൻ നല്ലൊരു അടുപ്പുണ്ട്, നല്ലൊരു റാപ്പോ എനിക്ക് അവർ തമ്മിൽ എല്ലാ യൂട്യൂബേഴ്സിനായിട്ടുണ്ട്. അത് ഇപ്പോഴും നല്ല ഇപ്പോൾ വന്ന റാപ്പോ അല്ല, ഞാൻ 3 വർഷമായിട്ട് യൂട്യൂബിലുള്ള ഒരാളാണ്. അപ്പോൾ 3 വർഷം തൊട്ടേ എനിക്കിതിൽ പലവരെയും എനിക്കറിയാം. അതിൽ മിക്ക ആൾക്കാരും എനിക്ക് വേണ്ടി സംസാരിച്ചവരുണ്ട്. എനിക്ക് വേണ്ടി സംസാരിച്ച് എൻ്റെ കണ്ടന്റിനെ അപ്രിഷ്യേറ്റ് ചെയ്ത് എൻ്റെ കണ്ടന്റിനെതിരെ വരുന്ന മോശം വിമർശനങ്ങൾക്ക് എനിക്ക് വേണ്ടി സംസാരിച്ച യൂട്യൂബേഴ്സ്. എന്നാൽ ഇതേ യൂട്യൂബേഴ്സ് തന്നെ ഒരു കോൺട്രവേഴ്സി വന്നപ്പോൾ എനിക്കെതിരെ സംസാരിച്ചവരാണ്. മനസ്സിലായി, അന്ന് സപ്പോർട്ട് ചെയ്തവർ അവർ എനിക്കെതിരെ സംസാരിച്ചവരാണ്. അത് അവരൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ കൺമുന്നിൽ എന്താണോ കാണുന്നത്, അവർക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് അവർ ചെയ്യും. അല്ലാണ്ട് എനിക്ക് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അവർ നല്ലതും പറയും മോശവും പറയും. ഇത്രയും യൂട്യൂബേഴ്സ്, അതിൽ എസ്പെഷ്യലി പറയേണ്ടത് മൂപ്പൻസ് വ്ളോഗ് ആയിക്കോട്ടെ. മൂപ്പൻസ് വ്ളോഗിനൊക്കെ എനിക്ക് എത്രയോ കാലമായിട്ട് എനിക്കറിയാമെന്നറിയോ. പക്ഷേ ഒരുപാട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചവരാണ്. ഈ ഒരു കോൺട്രവേഴ്സി വന്നപ്പോൾ
മൂപ്പൻസ് വ്ളോഗ് ആണെങ്കിലും എനിക്കെതിരെയാണ് സംസാരിച്ചത്, അല്ലാണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടല്ല സംസാരിച്ചത്. അങ്ങനെ ഒത്തിരി പേര് എനിക്ക് ഗോപ്രോ മച്ചാന് അവരൊക്കെ. പക്ഷെ എനിക്ക് ഇവരോട് ആരോടും ഒരു ദേഷ്യവും ഇല്ല, ഒന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം അവരും ചെയ്യുന്നത് കണ്ടന്റാണ്. ഞാനിപ്പോൾ ചെയ്യുന്നത് സെക്സ് എഡ്യൂക്കേഷൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ആണെങ്കിൽ അവർ ചെയ്യുന്നത് റിയാക്ഷൻ വ്ളോഗാണ്. അവിടെ സൗഹൃദമല്ല, അവിടെ ബന്ധങ്ങളില്ല, ഒന്നുമില്ല. അവരുടെ കൺമുന്നിൽ എന്ത് ശരിയെന്ന് തോന്നുന്നു അത് അവർ ചെയ്യും, അത്രേ ഉള്ളൂ. അന്ന് എനിക്ക് അത്രയും വലിയ ബന്ധങ്ങളൊക്കെ എനിക്കുണ്ടെങ്കിൽ അന്ന് എനിക്ക് ഇവരോടൊക്കെ വിളിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം, എനിക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ആരും കോണ്ടാക്ട് ചെയ്തോല്ല, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഭാഗം ന്യായം എന്ന് പറഞ്ഞ് ഒന്നും ഞാൻ ആക്കി നിന്നിട്ടില്ല. എനിക്ക് അതിൻ്റെ ആവശ്യവുമില്ല. സോ അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ കൺമുന്നിൽ കാണുന്നത്, അല്ലാണ്ട് അവർക്ക് പിന്നെ പേഴ്സണൽ ഗ്രഡ്ജ് ഇതിലിങ്ങനെ പറയുന്നുണ്ട്, പേഴ്സണൽ ഗ്രഡ്ജ്, പേഴ്സണൽ റിവെഞ്ച്. എനിക്ക് പക്ഷേ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എനിക്കെതിരെ ഇവരൊക്കെ വീഡിയോ ചെയ്തപ്പോൾ ഇവർക്ക് എന്നോട് പേഴ്സണൽ റിവെഞ്ച് കാരണമാണ് ഇവരൊക്കെ എനിക്കെതിരെ വീഡിയോസ് ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇവർക്ക് എന്തെങ്കിലും ഞാൻ ദ്രോഹമോ ഇവർക്ക് എന്തെങ്കിലും ഞാൻ തെറ്റോ മോശമോ ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ എനിക്ക് അങ്ങനെ, എന്നാലേ ഇവർക്ക് റിവെഞ്ച് വരുള്ളൂ. അങ്ങനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മളൊരാളോട് തെറ്റ് ചെയ്താൽ മാത്രമേ ഒരാൾക്ക് നമ്മളോട് റിവെഞ്ചും ദേഷ്യമൊക്കെ തോന്നത്തുള്ളൂ. അത് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഉറപ്പ് കൊണ്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഇതാക്കുന്നത്? ഇപ്പോൾ ഈ വോയിസ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ആരാന്നൊക്കെ നമ്പർ സഹിതമുണ്ട്, നിങ്ങളുടെ പേരറിയാം, ഒക്കെ അറിയാം ഇതിലിടുന്നത്. എന്നിട്ടും അത് ഞാൻ കൊണ്ടിടാതെന്ന് അറിയാതെ എൻ്റെ ഒരു മാന്യത കൊണ്ടാണ്. കാരണം എനിക്കത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം, നിങ്ങളൊക്കെ എന്നെക്കാളും വയസ്സിന് മൂത്തവരാണ്, നിങ്ങളൊക്കെ പക്വത ഉള്ളവരാണ്, നിങ്ങൾക്കൊക്കെ നിങ്ങളുടേതായിട്ടുള്ളൊരു ഡിഗ്നിറ്റിയിൽ ഒരു സൊസൈറ്റി ജീവിക്കുന്നവരാണ്. ആ വ്യക്തികൾ എന്നെ നിങ്ങൾക്ക് പേഴ്സണലി അറിയത്തില്ല, നിങ്ങൾക്ക് ഹീല എന്തെന്ന് അറിയത്തില്ല. എൻ്റെ വീഡിയോസിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ ആണല്ലോ. അപ്പോൾ എന്നെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നിയത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കണവരാ നിങ്ങൾ അല്ലേ? ഒരു പെൺകുട്ടീനെ സൈബർ അറ്റാക്കിൽ നിന്നൊക്കെ രക്ഷിക്കാം, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള രീതിക്കാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സെയിം ആൾക്കാർ വേറൊരു പെൺകുട്ടീനെ ഇങ്ങനെ പറയണത് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നുണ്ട്, നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നിങ്ങളോടുള്ള അത്രയും റെസ്പെക്റ്റോട് കൂടിയിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ സാധനം, ഞാനൊരു പെൺകുട്ടിയാണ് അല്ലേ? ഞാനൊരു പെൺകുട്ടിയാണ്. ഒരു പെൺകുട്ടിക്ക് വേണ്ടി നിങ്ങൾക്ക് ശബ്ദം ഉയർത്താം, അവരെ ചേർത്ത് പിടിക്കാൻ, പ്രൊട്ടക്റ്റ് ചെയ്യെങ്കിൽ ഞാൻ എന്താണ്? ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഞാൻ പേഴ്സണലി നിങ്ങളവിടെ വീട്ടിൽ വന്ന വല്ല ദ്രോഹമോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ട്? പിന്നെ സോഷ്യൽ മീഡിയ ആണ്. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് വരുന്ന ഒരു ഷോ ആണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഈ ബിഗ് ബോസിൽ ഓരോ കണ്ടസ്റ്റൻസും അതിൽ ജയിച്ചാലും തോറ്റാലും അതിൽ അവർക്ക് മാത്രമാണ് ബെനിഫിറ്റ്, ഫെയിം എന്നുള്ളതൊക്കെ അവർക്ക് മാത്രമാണ് ആണല്ലോ. അതിന് നിങ്ങളെന്തിനാണ് നിങ്ങളിങ്ങനെ എനർജി വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഒരു എനിക്കറിയത്തില്ല എന്താണ് ഈ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഈ ആർമി ഗ്രൂപ്പ് ഫാൻസ് പേജൊക്കെ കാണുമ്പോൾ എനിക്കിപ്പോൾ പേടിയാവുക. ഒരു ഗുണ്ടായിസം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ അവരെ കമൻറ്റ് ബോക്സിൽ പോയി ചീത്ത വിളിക്കുക, അവരെ കമൻറ്റ് ബോക്സിൽ. ഞാൻ ഈ ബിഗ് ബോസ് തുടങ്ങിയ ശേഷം തൊട്ടിട്ട് ഞാൻ എന്തോരം ഫേസ് ചെയ്തു. ഞാൻ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാ നെയിംസും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം. എന്ന് വെച്ചാൽ ഓരോ വേർഡുകൾ ഇന്ന സാധനങ്ങൾ വരുന്നതൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം. ഞാൻ വരെ പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ എന്തിനു വേണ്ടിയിട്ട്? ഈ ബിഗ് ബോസിൽ ആര് ജയിച്ചാലും തോറ്റാലും എനിക്ക് ഒരുപോലെയാണ്. ആര് ജയിച്ചാലും തോറ്റാലും എനിക്ക് ഒരുപോലെ. ഇവർ ജയിച്ചാൽ ആര് കപ്പ് മേടിച്ചാലും എനിക്ക് അവർ വല്ല ഷെയർ തരുന്നുണ്ടോ? അവരെനിക്ക് വല്ല പങ്ക് തരുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ എനിക്ക് ആര് ജയിച്ചാലും എനിക്ക് തോറ്റാലും എനിക്ക് എന്താ? ഇതിൻ്റെ അസ്ലാമാറിൽ ഇതിൻ്റെ എല്ലാത്തിനും പിന്നിൽ ഞാനാണോ അതിൻ്റെ ഷോ ഡയറക്ടർ? ഞാനാണോ ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറ്റി വിട്ട കണ്ടസ്റ്റൻസ് ഇനി ഞാനാന്ന് പറയൂ? അല്ലെങ്കിൽ ഞാൻ എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ടാണ് അവിടെ ഇത് നടക്കണേന്ന് പറയൂ? എന്താ എനിക്ക് നിങ്ങൾ ഉദ്ദേശിക്കണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും ഭയങ്കര മോശമാണ്. അതിൽ ഞാൻ പിന്നെ എടുത്ത് ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ ഷെയർ ചെയ്ത കാര്യങ്ങൾ ആരൊക്കെയോ ചേർന്ന് എടുത്ത് പബ്ലിക്കാക്കി ഞങ്ങളെ കുറ്റമാണോ? ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇത് ആദ്യത്തെ കാര്യമില്ല. നിങ്ങൾ ഇതിന് മുമ്പും പലവരെയും കുറിച്ച് പറഞ്ഞത്. അതിൽ മെയിനായിട്ട് അഫ്സൽ എന്നുള്ള വ്യക്തിനെ ആസിഡ് അറ്റാക്ക് ചെയ്യും അഫ്സൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്ന് വരെ പറഞ്ഞത് ഒക്കെ പുറത്തു പോയിട്ടുണ്ട്. ഒക്കെ ഓരോ യൂട്യൂബേഴ്സ് അതൊക്കെ വെച്ചിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്തിട്ട് കഴിഞ്ഞാലും അത് പുറത്തു വരും എന്ന് നിങ്ങൾക്കറിയാം. അത് പുറത്തു വരാൻ വേണ്ടി തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കണതെന്ന് എനിക്ക് പറയേണ്ടി വരും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആൾക്കാരേക്ക് എത്തിക്കണം, സ്പ്രെഡ് ചെയ്യിക്കണം ഈ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ എൻ്റെ ഒരു പേര് പ്രത്യേകിച്ച് അസ്ലാം മാർലി എന്ന് എടുത്തിങ്ങനെ പറയുമ്പോൾ ഉറപ്പായിട്ട് അതൊരു ചർച്ചാ വിഷയമാവും. കാരണം അത് ചർച്ചാ വിഷയമായ കാര്യമാണ്. അസ്ലാം മാർലി വരുമ്പോൾ എന്തായാലും ചർച്ചാ വിഷയമാവും, അത് വരും. അത് നിങ്ങൾക്ക് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഇത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്നെ പറ്റി എന്തും പറഞ്ഞോ, എൻ്റെ കണ്ടന്റ് മോശമാണെന്ന് പറഞ്ഞോ, അസ്ലാം മാർലി പരദൂഷണക്കാരിയാന്ന് പറഞ്ഞോ, അസ്ലാം മാർലി സൗന്ദര്യത്തിൻ്റെ ഒക്കെ പറയുന്നുണ്ട്, സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞോ, അതൊന്നും എനിക്കൊരു വിഷയമില്ല. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻസ്. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ
അത് എനിക്ക് ക്ലിയർ ചെയ്യേണ്ട ഒരു വൃത്തികെട്ട അവസ്ഥ വരുവാണ്. ഇതിലൊന്നും പെടാത്ത ഞാൻ ഓക്കെ നിങ്ങൾക്ക് പറയാം, ഈ ഞാൻ ഇതുവരെ ആ ഒരു വ്യക്തിയുടെ പേര് പോലും ഞാൻ പറയുന്നില്ല. ഇന്ന വ്യക്തിനെ കുറിച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഇല്ലാത്ത സമയം നോക്കി ഞാനൊരു 5-6 വീഡിയോസ് അതിന് റവന്യൂ ജനറേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുന്നതിനൊരു ന്യായെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് ഞാൻ എൻ്റെ കാര്യം നോക്കി നടക്കുമല്ലേ, എന്നിട്ട് എന്നെ പറയുന്നത് ഇതാക്കണോ? അതുകൊണ്ട് ഈ ഇടുന്ന ചേച്ചിമാരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു കാര്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. പെൺകുട്ടീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറ്റേ പെൺകുട്ടീനെ ഡീഗ്രേഡ് ചെയ്യണത് അത് എവിടുത്തെ ഏർപ്പാടാണ്, അത് എവിടുത്തേതാണ്? അത് നല്ല പ്രവൃത്തിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഇഷ്ടപ്പെട്ടോ, ആരെ വേണമെങ്കിലും. ഇനി എനിക്ക് സത്യം പറയാലോ, ഞാൻ എന്ത് വൃത്തികേടാണെന്ന് ആലോചിച്ചൊക്കെ ഇതിലെന്താ കാര്യം എന്ന് പോലും അറിയാണ്ട് എന്തൊക്കെയോ ആൾക്കാർ ഇതാക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ വരാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ താല്പര്യമില്ല, പിന്നെ എൻ്റെ പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, ഇനി അടുത്തത് കുറേ പേരിനോട് ചോദിക്കുന്നത് എല്ലാം ഇന്നിപ്പോൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ഇത് എടുത്ത് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ആയിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടോ? അഫ്സലിനായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? അഫ്സലിൻ്റെ ഫ്രണ്ടാണ്, ആയിരുന്നു, ഇപ്പോഴും ആണ്, എപ്പോഴും ആണ്. അത് നമ്മൾ തമ്മിൽ എത്ര അടി പിടിഞ്ഞാലും അത് ഫ്രണ്ട് എന്നുള്ളത് അന്ന് ഫ്രണ്ടായിരുന്നു, ഇന്നും ഫ്രണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അഫ്സൽ നല്ലൊരു ഫ്രണ്ട്സ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ തമ്മിൽ പല ഫ്രണ്ട്സ് തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂസ് പലതും ഉണ്ടായിരുന്നു, കാര്യങ്ങളുണ്ടായിരുന്നു. ആ സമയത്തും അവൻ എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. തെറ്റിപ്പിരിഞ്ഞെന്ന് വെച്ചാൽ ഫ്രണ്ട് ആവാതിരിക്കുന്നില്ല. ഇപ്പോൾ അവൻ നിലവിൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട്, ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും വിളിക്കാറുണ്ട്, അവൻ്റെ കാര്യങ്ങളെ സമാധാനിപ്പിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. കാരണം എന്താണെന്നറിയോ, എന്തൊക്കെ വന്നാലും അത് ഫ്രണ്ട് തന്നെയല്ലേ. ഇപ്പം നാളെ ചിലപ്പോൾ എനിക്കൊരു പ്രശ്നം വന്നാൽ ചിലപ്പോൾ അവൻ എൻ്റെ കൂടെ എനിക്ക് നിൽക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ അവനിക്ക് സമാധാനം ചെയ്യാൻ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അവസ്ഥയും കൂടി ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളൊരാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു വ്യക്തി എത്തോരം വിഷമങ്ങൾ അനുഭവിച്ചു പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവനിക്കൊരു ഫാമിലി ഉണ്ട്, അവനിക്കൊരു സൊസൈറ്റിയിൽ ഫേസ് ചെയ്യേണ്ട ഒരാളാണ് അല്ലേ. അവനിക്കൊരു ഫാൻ ബേസ് ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ അവനിക്കൊരു ആർമി ഗ്രൂപ്പ് ഉണ്ടായിരിക്കില്ല സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അവനൊരു മനുഷ്യനല്ലേ, അവനക്കും ജീവിക്കണ്ടേ. നിങ്ങളിപ്പോൾ എന്നെ പറയണ പോലെ കഴിഞ്ഞ ദിവസം അഫ്സലിനെ കുറിച്ചിട്ടായിരുന്നു, ആസിഡ് അറ്റാക്ക്, അത് ഇത്. അവനൊരു നല്ല ആൺകുട്ടിയാണ്. നിങ്ങൾക്ക് അവനെ അറിയുമോയെന്ന് അറിയില്ല, ഇപ്പോൾ ഇതൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് എനിക്ക് അഫ്സലിനെ അറിയാം. അവനെന്തോ ആയിക്കോട്ടെ, പക്ഷെ അവന് ഒരിക്കലും ഒരാളെ ദ്രോഹിക്കണ ഒരു ക്യാരക്ടർ ഒന്നായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഇല്ല. അങ്ങനത്തെ ഒരാളല്ല. അവൻ്റെ ഫാമിലി അങ്ങനത്തേ അല്ല. അവൻ്റെ ഫാമിലിനെ എനിക്ക് പരിചയമുണ്ട്, അവനെനിക്ക് പരിചയമുണ്ട്. സാധാ ഒരു ഫാമിലി, അവൻ്റെ ജോലി കാര്യങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ഒന്നുമില്ലാത്ത ഒരാളാണ്. അയാളുടെ ഫെയിം ആഗ്രഹിച്ചിട്ടോ കാര്യങ്ങളുള്ള ഒരു മനുഷ്യനൊന്നല്ല. ഇതിൽ പലരും പറയുന്നുണ്ട് ഫെയിം ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ വരണേന്ന്. എനിക്ക് അഫ്സലിനെ പരിചയമുള്ള ഒരു സമയത്ത് അഫ്സലിക്ക് ഒരുപാട് ഈ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഒരുപാട് അവൻ കൺട്രീസിലൊക്കെ. അപ്പം ഞാൻ അവനോട് പറയാറുണ്ട്, എടാ നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങ്, നീ ഇങ്ങനെ ട്രാവൽ വ്ളോഗ്സ് ഇതിട് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ പോലും അവന് കയ്യിൽ താല്പര്യം ഉണ്ടാവാറില്ല. അവന് തോന്നുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവൻ അങ്ങനത്തെ ഒരു ഇതല്ല. ഫെയിം ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അവൻ അപ്പോഴേ അവനക്ക് ഇതൊക്കെ ആക്കായിരുന്നു. ഇത് അവൻ്റെ നിവർത്തികേടാണ്. ഒരു പബ്ലിക്കിൽ വന്ന സാധനം അവൻ്റെ പേരുകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് തുടങ്ങുമ്പോൾ അവൻ്റെ കുടുംബക്കാർക്ക് ഉത്തരം കൊടുക്കണം, ഫ്രണ്ട്സിനോട്ട് അറിയാം. ഇവരൊരു കാര്യം അറിയുന്നത് എല്ലാവരും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുമ്പോൾ അവന് റിയാക്ട് ചെയ്ത് പോകുന്നതാണ്. അതിനെന്തോ ആയിക്കോട്ടെ പോട്ടെ, അതൊന്നും എനിക്കിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എല്ലാവരും നിങ്ങളിങ്ങനെ ആസിഡ് അറ്റാക്ക് ചെയ്യും അതെന്നൊക്കെ പറയുന്നത് മനുഷ്യത്വം നിങ്ങളൊരു മനുഷ്യത്വത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും മനുഷ്യത്വം ഇല്ലാത്ത പ്രവൃത്തിയാണെന്ന് ബാക്കിയുള്ളവരോട് ചെയ്യണമെന്ന് എനിക്ക് പറയേണ്ടി വരും. ഒരാളെ സ്നേഹിച്ചിട്ട് അവൻ്റെ വഴിക്ക് വിട്. അവന് ഒന്ന് ഹീലാവാൻ ടൈം വേണം. അവനിക്ക് അത്ര ഇതായിരിക്കുകയാണ്. അതേപോലെ എന്നെയും വെറുതെ വിട്ടേക്ക്. ഇപ്പം നിങ്ങൾക്ക് അറിയേണ്ടത് ഞാൻ അഫ്സലും ഫ്രണ്ട്സ് ആണോ എന്നുള്ളതാണ്. ഞാൻ അഫ്സലും ഒരു കുഴപ്പമില്ല. ഇനി ചിലപ്പോൾ നാളെ ഞങ്ങൾ തമ്മിൽ വേറെ വിഷയങ്ങളൊക്കെ പ്രശ്നങ്ങളും അടികളും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ അടിയും പ്രശ്നങ്ങളും ഇല്ലാതായിരിക്കുന്നതാണോ വിചാരിക്കുക? അങ്ങനത്തെ എന്തുള്ളത്? എൻ്റെ ഭർത്താവിനായിട്ട് പോലും ഞാൻ അടി ഉണ്ടാക്കാറുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എൻ്റെ ഉമ്മാനായിട്ട് പെറ്റ ഉമ്മാനായിട്ട് ഞങ്ങൾ അടി ഉണ്ടാവാറുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ ഓരോ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതൊന്നും നമുക്ക് വന്ന് സോഷ്യൽ മീഡിയ പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഇടും, അതിടും ഇതിടും എല്ലാം ഇടും. പക്ഷെ അത് ഞങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാം നമ്മുടെ ജീവിതം കണ്ടന്റ് അല്ല. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള പല സന്തോഷങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ ഒരുങ്ങി എൻ്റെ ഒരു കുഞ്ഞു കുടുംബമായിട്ട് ഞാൻ ജീവിച്ചു പോവാണ്. എൻ്റെ കുഞ്ഞു കുടുംബമായിട്ട് ഞാൻ ജീവിച്ചു പോകണം. എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പല പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിടാനും കാര്യങ്ങളില്ല. അപ്പം നാളെ ഒരു ദിവസം ഇപ്പം നിങ്ങൾക്ക് ഇതിൽ പറയുന്നുണ്ട് അസ്ല ബോൾഡല്ല, ഷുഗർ കോട്ടിങ് സംസാരമാണ് അസ്ലക്ക് എന്നുള്ളത്. അസ്ല ബോൾഡാണോ ചോദിച്ചാൽ അസ്ല ഒരു കാര്യത്തിലേ ബോൾഡുള്ളൂ, അത് അസ്ലയുടെ കണ്ടന്റിലാണ്. ഓക്കെ, അസ്ല ഒരിക്കലും
ആൾക്കാരായിട്ട് പിടിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ തട്ടിക്കയറി സംസാരിക്കാനോ അല്ലെങ്കിൽ ആൾക്കാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള കഴിവ് അസ്ലക്ക് ഉണ്ടായിരിക്കില്ല. അതാണ് ഒരു ബോൾഡ്നെസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. എൻ്റെ യൂട്യൂബ് ഞാൻ തുടങ്ങിയത് എൻ്റെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട്. ആ കണ്ടന്റിൽ ഞാൻ എപ്പോഴും എന്നും ബോൾഡായിരിക്കും. ആ കണ്ടന്റിന് നിങ്ങൾ തൊട്ട് കളിച്ചാലും ഞാൻ പ്രതികരിക്കും, പറയേണ്ടടുത്ത് പറയും. അല്ലാതെ എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിലോ എൻ്റെ ഒരു റിലേഷൻഷിപ്പിലോ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്താലോ ക്വസ്റ്റ്യൻ ചെയ്താലോ അത് നിങ്ങളെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. അത് നിങ്ങളെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. കാരണം അത് അറിയേണ്ടവരറിഞ്ഞാൽ മതി. എനിക്കതിൽ ഇന്നെന്നല്ല നാളെ ഒരു പ്രശ്നം വന്നാലും ഞാൻ പബ്ലിക്കിൽ വന്ന് 1000 അല്ല 10,000 സോറി പറയാനും എനിക്ക് മടിയില്ല. കാരണം ഞാൻ എന്തെന്ന് പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളല്ല. എനിക്കൊരു പ്രശ്നം തീർക്കാനേ ഞാൻ നോക്കത്തുള്ളൂ. അതിന് ഞാൻ സോറി പറയും. അങ്ങനെയാണോ? സോറി, എൻ്റെ ഭാഗം തെറ്റെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അവിടെ വിഷയം. അല്ലാണ്ട് ഇത് യൂട്യൂബ് ഒരു കോടതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യൂട്യൂബ് ഒരു കോടതിയാണ്. എൻ്റെ ഭാഗം പറഞ്ഞ് എൻ്റെ തെളിവുകൾ നിരത്തി അതിൽ എനിക്ക് ബോൾഡ്നെസ് വേണ്ട കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ബോൾഡല്ല. ഞാൻ അങ്ങനത്തെ ഒരു ബോൾഡായിട്ടുള്ള. പിന്നെ ഷുഗർ കോട്ടിങ്, ഈ പറഞ്ഞ വ്യക്തികളോട് ഞാൻ എന്തെങ്കിലും രീതിക്ക് ഷുഗർ കോട്ടിങ് സംസാരം നടത്തിയിട്ടുണ്ടോ? നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ ഞാൻ സ്വീറ്റായിട്ട് എൻ്റെ കാര്യം നിങ്ങളായിട്ട് ഷുഗർ കോട്ടിങ് എന്നിട്ട് എനിക്ക് എന്താണ് നേടാനുള്ളത്? എനിക്ക് എന്താ പ്രോഫിറ്റ് ഉള്ളത്? ഒരു പ്രോഫിറ്റും ഇല്ല. ഈ 3 വർഷമായിട്ട് ഞാൻ ഇന്നലെ തുടങ്ങി ഇന്ന് 1 മില്യൺ അടിച്ച ആളല്ല യൂട്യൂബ്. 3 വർഷമായിട്ട് എൻ്റെ സ്ട്രഗിളാണ്, എൻ്റെ ഹാർഡ് വർക്കാണ് ഈ ഒരു 1 മില്യൺ എന്ന് പറയണത്. അത് എൻ്റെ കണ്ടന്റ് ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അല്ലാണ്ട് എനിക്ക് വലിയ സൗന്ദര്യം ഉണ്ടായിട്ടോ എൻ്റെ സംസാരം കൊണ്ടോ ഒന്നുമല്ല. എൻ്റെ കണ്ടന്റ് കൊണ്ടാണ് ആൾക്കാർ വന്നേക്കുന്നത്. അല്ലാണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഒന്നും തന്നെ എനിക്കില്ല. അപ്പം അങ്ങനെ എൻ്റെ ആദ്യത്തെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നെ ഈ യൂട്യൂബാണ്. എനിക്ക് വേറെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല. ഇപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കുറച്ച് റീച്ചായി തുടങ്ങിയത്. അതിന് മുമ്പ് എനിക്ക് ഒരു സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ അത്രയും സ്ട്രഗിൾ. അപ്പോൾ എനിക്കിങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ഫാൻസോ ആർമി പേജോ ഒന്നുമില്ല. കുറച്ചൊരു നല്ല കുടുംബം ഉണ്ട്. കുറച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ഒരിക്കലും എനിക്ക് വേണ്ടി മറ്റുള്ളവർ അറ്റാക്ക് ചെയ്യണതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇന്നേ വരെ എൻ്റെ പേരും പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നത് ഞാൻ ആർക്കും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇന്ന ആളെ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. അതുണ്ടാവത്തില്ല. അപ്പോൾ ദയവ് ചെയ്ത് എന്നെ ഇതിൽ നിന്ന് വെറുതെ വിടാം. ഇത് എൻ്റെ റിക്വസ്റ്റാണ്. ഞാൻ നിങ്ങളെത്ര മാന്യതയോട് കൂടിയിട്ടാണ് അതിൽ സംസാരിച്ചത് നിങ്ങളായിട്ട്. പക്ഷെ ഞാൻ എൻ്റെ മാക്സിമം നല്ല മാന്യതയിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഒരു 26 വയസ്സ് ഒരു പെൺകുട്ടിയുടെ റിക്വസ്റ്റായിട്ട് നിങ്ങൾ എടുത്താൽ മതി. നിങ്ങളൊക്കെ നല്ല മനസ്സുള്ളവരല്ലേ, നല്ല മനസ്സിൻ്റെ ഉടമകളും തെറ്റുകൾ പൊറുക്കുന്നവരും ക്ഷമിക്കുന്നവരും വിമൻ എംപവർമെൻറ്റിന് കൂടെ നിൽക്കുന്നവരും അല്ലേ. ദയവേത് ഇതെൻ്റെ റിക്വസ്റ്റായിട്ട് കണക്കിലെടുക്കാം.